സാമ്രാജ്യത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും ആഘോഷമായ തിരുവോണം ജാതിഭേദമന്യേ മലയാളികൾ കൊണ്ടാടുകയാണ്. ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച പകലിനപ്പുറം കാത്തിരിക്കുന്ന രാവിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് എല്ലാവരും. സംസ്ഥാന സർക്കാർ വിപണിയിൽ നടത്തിയ ഇടപെടലുകൾ സാധാരണക്കാരനും ആശ്വാസമായി. റിപ്പോർട്ട് കാണാം. എന്താണ് ഇന്ന് തിരുവോണ ദിനത്തിൽ എന്താണ് രണ്ടുപേരുടെയും പ്രധാന പരിപാടി? എന്താണ്? പ്രത്യേകിച്ചൊരു പരിപാടിയും ഇല്ല. ഓണം ആഘോഷം വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പരിപാടികളാണ്. ഇന്നിപ്പോൾ തലസ്ഥാനത്ത് ആദ്യമായി ഡ്രോൺ ഷോ നടക്കുകയാണ്. അപ്പോൾ അതൊരു കുറച്ച് കാര്യമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. 3 ദിവസം ഉണ്ടായിരിക്കും. പിന്നെ പൊതുവിൽ ഓണാഘോഷവുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഘാടക സമിതിയുടെ ഭാരവാഹികളാണല്ലോ ഞങ്ങൾ രണ്ടുപേരും. അപ്പോൾ അതിൻ്റെ തന്നെ ഒരു കുറവും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടി ഉള്ള ഇടപെടലും പരിശ്രമം നടത്തുക എന്നുള്ളതിലാണ്. ഇന്നത്തെ മന്ത്രിയുടെ എന്താണ് സ്പെഷ്യൽ? ഇന്ന് കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ആദ്യമായിട്ടാണ് ഔദ്യോഗിക വസതിയിൽ ഓണാഘോഷത്തിൻ്റെ ഭാഗമായി തിരുവോണത്തിന് ഭക്ഷണം കഴിക്കുന്നത്. ഓണത്തിൻ്റെ ആഘോഷത്തിലേക്ക് മാത്രം ജനങ്ങളുടെ മനസ്സ് എത്തിക്കാൻ ഈ ഗവൺമെൻറ്റിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വിജയകരമായ ഒരു അനുഭവം. ദൃശ്യങ്ങൾ കണ്ടാൽ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ ഒരുക്കിയിട്ടുള്ള അത്തപ്പൂക്കളം അത് കാണാൻ കഴിയും. വലിയ രീതിയിലുള്ള അത്തപ്പൂക്കളം തന്നെയാണ് എല്ലാ വർഷവും ഒരുക്കുന്നത് പോലെ തന്നെ ഇപ്രാവശ്യവും ഒരുക്കിയിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഈ സമൃദ്ധമായ ഓണം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം സംസ്ഥാന സർക്കാരിന്റെ ഈ ഓണം ഇടപെടലാണ്. 385 കോടിയാണ് ഇന്നലെ സപ്ലൈകോയുടെ കണക്കനുസരിച്ച് ഇന്നലെ ഈ സപ്ലൈകോ ഓണച്ചന്തകൾ അവസാനിക്കുന്ന ഘട്ടത്തിൽ 385 വിൽപ്പനയാണ് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ ഈ ഓണസമയത്ത് നടന്നത് എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ വലിയ രീതിയിലുള്ളൊരു ഇടപെടൽ സംസ്ഥാന സർക്കാർ ഈ ഓണക്കാലത്ത് ഈ നടത്തിയിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഇവിടെ വിപുലമായ രീതിയിൽ ഓണാഘോഷ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ തിരക്ക് തന്നെ എല്ലായിടങ്ങളിലും, പ്രത്യേകിച്ച് നഗരപ്രദേശങ്ങളിലുമൊക്കെ ഓണത്തിൻ്റെ ഈ ഒരു ദിവസവും വലിയ തിരക്ക് തന്നെയാണ് ഉള്ളത്. ഉത്രാടപ്പാച്ചിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. വലിയ തിരക്കും വലിയ ആൾക്കൂട്ടങ്ങളും എല്ലാ നഗരപ്രദേശങ്ങളിലും ഉണ്ടായിരുന്നു. ഇന്ന് അവരൊക്കെ പുതിയ വസ്ത്രങ്ങൾ ധരിച്ച് ബന്ധുക്കളുടെ വീടുകളിലേക്കോ ഒപ്പം തന്നെ സുഹൃത്തുക്കളുമായൊക്കെ കറങ്ങാനൊക്കെ ഇപ്പോൾ നഗരങ്ങളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഒപ്പം ആഘോഷങ്ങൾക്ക് ഇത്തവണ മഴ തടസ്സമായില്ല. വിലക്കയറ്റമില്ലാത്തതായിരുന്നു ഇത്തവണത്തെ ഓണം. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.